വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഖുർആൻ പറഞ്ഞ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും രണ്ടാമത്തെ ഗുണം മുഅ്മിനാവണം, മുഅ്മിനത്താവണം, വിശ്വാസിയാവണം, യഥാർത്ഥ വിശ്വാസിയാവണം, യഥാർത്ഥ വിശ്വാസിനിയാവണം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഈമാനു തസ്ദീഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമാ അതാ ബിഹി മിൻ ഇൻദില്ലാഹി തആല. പ്രപഞ്ചനാഥനായ അല്ലാഹുവിൽ നിന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നോ, പരിശുദ്ധമായ ഖുർആനിലൂടെ പ്രവാചകന്റെ ഹദീസിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ അറിയിച്ചു തന്നോ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുക. വീണ്ടും മുഹദ്ദിസീങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അൽ ഈമാനു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. പൂർണ്ണമായ വിശ്വാസം, ഹൃദയം കൊണ്ടുള്ള ഉറച്ച വിശ്വാസം. സംശയമൊന്നും പറയണ ഒരു വസ്തു പരിസരത്ത് പോലും വാങ്ങാം. അള്ളാഹുവിനെ പറ്റി അല്ലാഹ് ഉണ്ടോ ഇല്ലയോ, മരണം വരുവോ ഇല്ലയോ, സ്വർഗം ഉണ്ടോ ഇല്ലയോ, ഇങ്ങനെ വിശ്വസിച്ചാൽ മുഅ്മിനാവൂല. പിന്നെയോ മരണമുണ്ട് ഉറപ്പാണ്, അള്ളാഹുവുണ്ട് ഉറപ്പാൻ, സ്വർഗമുണ്ട് ഉറപ്പാൻ, നരകമുണ്ട് ഉറപ്പാൻ. മനസ്സിൽ വിശ്വസിച്ചാ മാത്രം പോരാ, വസദ്ദഖഹുൽ അമൽ, അമല് കൊണ്ട് അതിനെ വാസ്തവമാക്കണം. ആ വിശ്വാസത്തെ അമല് കൊണ്ട് വാസ്തവമാക്കണം. മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം മുഅ്മിനാവൂല. ആ വിശ്വാസത്തിന്റെ അനുരണനങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് നാം ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ മുഅ്മിനാവുക, യഥാർത്ഥമായ മുഅ്മിനാവുക. അപ്പം മുഅ്മിനാവുക, മുഅ്മിനത്താവുക എന്ന് പറഞ്ഞാൽ അൽ ഈമാനു മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമൽ. ഒരു ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവർ, നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അള്ളാഹു ഒരിക്കലും ദാരിദ്ര്യം തരൂല. ഇത് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണ്. ഖുർആനിലൂടെ അള്ളാഹ് പറഞ്ഞ ഒരു കാര്യമാണ്. നീ കൃത്യമായി 5 വഖത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സാമ്പത്തികമായ പരാധീനത നിന്റെ കുടുംബത്തിൽ ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, വറഹിലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുകുക വൽ ആഖിബതു ലിത്തഖ്വാ. നീ നമസ്കരിക്കണം, നിന്റെ കുടുംബത്തെ കൊണ്ട് നമസ്കരിപ്പിക്കണം. ലാ നസ്അലുക റിസ്കാ, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിക്കുന്നില്ല. നഹ്നു നർസുകുക, നിനക്ക് ഞാൻ ഭക്ഷണം നൽകും. വൽ ആഖിബതു ലിത്തഖ്വാ, അന്തിമമായ വിജയവും നൽകും. അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനോ ഖുർആനിലൂടെ. നീ നമസ്കരിക്കണം, നീ മാത്രം നിസ്കരിച്ചാ പോരാ. ചില ആളുകളുണ്ട്, ഭർത്താവ് മാത്രം വീട്ടിൽ നിസ്കരിക്കും, ഭാര്യ നിസ്കരിക്കൂല, മക്കളും നിസ്കരിക്കൂല. ഉമ്മ നിസ്കരിക്കും, മാതാപിതാക്കൾ നിസ്കരിക്കൂല, മക്കൾ നിസ്കരിക്കൂല. അത് പറ്റില്ല. ഒരു വീട്ടിൽ എത്ര ആളുകളുണ്ടോ, എത്ര അംഗങ്ങളുണ്ടോ അവര് മുഴുവൻ നിസ്കരിക്കണം. അങ്ങനെ നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ ലാ നസ്അലുക റിസ്കാ നഹ്നു നർസുകുക, നിനക്ക് ഞാൻ ഭക്ഷണം നൽകാം, നിനക്ക് ഞാൻ റിസ്ക് നൽകാം. വൽ ആഖിബതു ലിത്തഖ്വാ, അന്തിമ വിജയവും നൽകാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഖുർആനിലൂടെ. ഇതിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകും. വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, വസദ്ദഖഹുൽ അമൽ, അമല് കൊണ്ട് കാണിച്ചു കൊടുക്കുകയും വേണം. അമല് കൊണ്ട് കാണിച്ചു കൊടുക്കുകയും വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സമ്പൂർണമായ മുഅ്മിനാവണം, സമ്പൂർണമായ മുഅ്മിനത്താവണം. അള്ളാഹുവിന്റെ വാക്കിൽ വിശ്വാസമുണ്ടാവണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, നന്മയായ കാര്യങ്ങൾ ചെയ്താൽ എന്തെല്ലാം കൂലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അതിലെല്ലാം വിശ്വാസമുണ്ടാവണം. അത് അമലിൽ കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടാവണം. മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. മൂസ നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു വളരെ വ്യക്തമായി, വളരെ കൃത്യമായി ഈ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കണമെന്ന് ലോകത്തോട് പഠിപ്പിക്കുകയാ. ശപിക്കപ്പെട്ട ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ആ കാലഘട്ടത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. ആരാണ് ഫിർഔൻ എന്നറിയോ? അന റബ്ബുകുമുൽ അലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന്
വാദിച്ച ഫിർഔനുണ്ടല്ലോ, അലൈസലേ മുൽക്കു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രീ മിൻ തഹ്തി, എന്റെ അരമനയുടെ താഴ്ഭാഗത്തുകൂടിയാ നൈൽ നദി ഒഴുകുന്നത്, എനിക്കല്ലേ ഈജിപ്തിന്റെ അധികാരമുള്ളത്, എന്നെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞ ശപിക്കപ്പെട്ട ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫിർഔനിന്റെ അടുക്കല് ഒരിക്കൽ ജ്യോത്സ്യന്മാർ വന്നുകൊണ്ട് പറയുകയാ, ബനു ഇസ്രായേൽ ഒരു കുട്ടി ജനിക്കാനിരിക്കുന്നു, ബനു ഇസ്രായേൽ ഒരു കുട്ടി ജനിക്കാനിരിക്കുന്നു, താങ്കളുടെ അധികാരത്തിന് അവൻ ഭീഷണിയാണ്, താങ്കളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അവൻ ഭീഷണിയാണെന്ന് പറയുമ്പോ അതാ ഫിർഔന് കൽപ്പന പുറപ്പെടുവിക്കുകയാ, ബനു ഇസ്രായേലിന് ഒരൊറ്റ ആൺകുട്ടി പോലും പിറക്കാൻ പാടില്ല, ബനു ഇസ്രായേൽ ഒരു ആൺകുട്ടി പിറക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പതിനായിരക്കണക്കിന് ബനു ഇസ്രായേൽ ആൺമക്കളെ അവൻ കൊന്നുകളഞ്ഞില്ലേ? ആ കാലഘട്ടത്തിലാണ് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാം ജനിക്കുമ്പോ മൂസ നബിയുടെ ഉമ്മയ്ക്ക് വലിയധികം വിഷമമായി. കാരണം ഫിർഔന്റെ അനുയായികൾ ഇപ്പൊ കൊണ്ടുപോയി കൊന്നുകളയുമല്ലോ. മൂസ നബിയുടെ ഉമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി, വല്ലാത്ത പ്രയാസമായി. മുല കൊടുക്കാൻ പോലും മറന്നുപോയി. ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബിയുടെ ഉമ്മയിലേക്ക് വഹി അറിയിക്കുകയാ, വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയിലേക്ക് നാം വഹി അറിയിച്ചു, കുഞ്ഞിന് മുല കൊടുക്കുക. അല്ലാഹു മുല കൊടുക്കാൻ പറയാൻ പാകത്തിന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ വിഷമത്തിലായി പോയി. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉമ്മയോട് പറയേണ്ട ആവശ്യമില്ല മുല കൊടുക്കാൻ, പക്ഷേ അല്ലാഹു പറയേണ്ട ആവശ്യകത വന്നു. അത്രമാത്രം ഭയപ്പെട്ടു പോയി മൂസ നബിയുടെ ഉമ്മ. അന്നർലിഹി, ഓ മൂസ നബിയുടെ ഉമ്മയെ മുല കൊടുക്കുക. ഫഇദാ ഖിഫ്തി അലൈഹി, ആ കുട്ടിയുടെ മേലെ നീ ഭയപ്പെടുന്നുവെങ്കിൽ ഫഅൽഖീഹി ഫിൽ യമ്മി, സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടേക്കുക. നൈൽ നദിയിൽ നിന്റെ കുട്ടിയെ ഒഴുക്കുക. ഇന്നാ റദ്ദൂഹു ഇലൈകി, ആ കുട്ടിയെ ഞാൻ മടക്കിത്തരും. വജാഇലൂഹു മിനൽ മുർസലീൻ, ആ കുട്ടിയെ എന്റെ പ്രവാചകനായി ഞാൻ വാഴിക്കുകയും ചെയ്യും. അല്ലാഹു പഠിപ്പിക്കുകയാ, അല്ലാഹു മൂസ നബിയുടെ ഉമ്മയോട് വഹി അറിയിക്കുകയാ.